വെൽക്കം ടു മൗത്ത് പബ്ലിസിറ്റി. എബ്രിഡ് ഷൈൻ സംവിധാനം ചെയ്ത സ്പാ എന്ന സിനിമ ഞാൻ ഇന്നലെ തിയേറ്ററിൽ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു റെയർ സബ്ജക്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ കാണിച്ച ഒരു ധൈര്യത്തിന് അതിൻ്റെ സംവിധായകനും അതിൻ്റെ കാസ്റ്റ് ആൻഡ് ക്രൂവിനും ഒരു വലിയൊരു അപ്രീസിയേഷൻ തന്നെ കൊടുക്കേണ്ടതുണ്ട്. ഈ ഒരു സിനിമയുടെ സോൾ എന്ന് പറയുന്നത് ഓരോ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ആണ്. ശ്രുതി മേനോൻ, ശ്രീജാദാസ്, സിദ്ധാർത്ഥ് ഭരതൻ, ശ്രീകാന്ത് മുരളി, ദിനേശ് പ്രഭാകർ, അതുപോലെ മേജർ രവി, ഓരോ ആക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് നമ്മളിത് തിയേറ്ററിൽ കണ്ട് വാച്ച് ചെയ്ത് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാലും നമ്മളിത് മറക്കില്ല. അവരുടെ ഓരോ പെർഫോമൻസും അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓരോ ക്യാരക്ടേഴ്സിനും അതിൻ്റേതായിട്ടുള്ളൊരു യുണീക്നെസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. സ്വരൂപ് ഫിലിപ്പാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ലൈറ്റിംഗ് പാറ്റേൺ, ആ ഒരു സ്പാ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അത് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ എഡിറ്റർ മനോജാണ്. അദ്ദേഹം ആ ഒരു സീനിൽ നിന്നും നെക്സ്റ്റ് ഒരു സീനിലേക്ക് പോകുന്ന ആ ഒരു ഫ്ലോ ആൻഡ് പേസിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ എന്ന ഒരു ഡയറക്ടർ ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ളൊരു ഫിലിം മേക്കറാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ സിനിമ എടുത്തു കഴിഞ്ഞാൽ 1983 ഒരു ഇമോഷണൽ നൊസ്റ്റാൾജിയാണ് നമുക്ക്. അതുപോലെ ആക്ഷൻ ഹീറോ ബിജു ഒരു ഗ്രൗണ്ടഡ് ആയിട്ടുള്ള ഒരു റിയലിസം പറഞ്ഞിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ഇപ്പോൾ സ്പാ ഒരു അഡൽട്ട് കോമഡി സറ്റയറാണ്. ശരിക്കും സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ വളരെ ജെന്യുവനായിട്ട് കറക്റ്റ് മീറ്ററിൽ എക്സിക്യൂട്ട് ചെയ്യുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം. ഞാൻ ഈ സിനിമ തിയേറ്ററിൽ വാച്ച് ചെയ്തപ്പോൾ ഒരുപാട് സ്ത്രീകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യം, സ്ത്രീകൾ ഈ ഒരു സിനിമ കൂടുതലായിട്ടും വാച്ച് ചെയ്യണം. ആൻഡ് ഇതുപോലുള്ള സിനിമകൾ ഇനിയും മലയാളത്തിൽ സംഭവിക്കട്ടെ. ഒരു വലിയൊരു അപ്രീസിയേഷൻ തന്നെ കൊടുക്കേണ്ടതുണ്ട് ഈ ഒരു ഇനീഷ്യേറ്റീവിന്. താങ്ക് യു സോ മച്ച്.